പ്രിയമുള്ള വിദ്യാർത്ഥിനികളെ, എല്ലാവർക്കും മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ദ ബോയ് ഹു ഡ്രൂ ക്യാറ്റ്സിലെ ആദ്യത്തെ പേജാണ്. അതിലെ 2 ചോദ്യങ്ങളും ഒരർത്ഥവും നമ്മൾ ഇതിൻ്റെ കൂടെ ചർച്ച ചെയ്തിരുന്നു. ഇന്ന് 31ാമത്തെ പേജിലെ ദ ബോയ് ഹു ഡ്രൂ ക്യാറ്റ്സ് എന്ന പാഠഭാഗത്തിലെ ബാക്കി ഭാഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ശ്രദ്ധിക്കുക, വായിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് കൂടെ വെച്ച് വിരലോടിച്ച് അർത്ഥം പറയുമ്പോൾ അർത്ഥം എഴുതി വെച്ച് കൂടേണ്ടതാണ്. Whenever he found himself alone, he drew cats. എപ്പോഴെല്ലാമാണോ അവൻ ഒറ്റയ്ക്കായിരുന്നത് എപ്പോഴെല്ലാമാണോ അപ്പോഴെല്ലാം അവൻ പൂച്ചകളെ വരച്ചു. He drew them on the margins of the priest's books and on all the screens of the temple and on the walls and on the pillars. He drew them on the margins of the priest's books. പ്രീസ്റ്റിൻ്റെ പുസ്തകത്തിൻ്റെ മാർജിനുകളിൽ വരെ അവൻ പൂച്ചകളെ വരച്ചു. and on all the screens of the temple. ക്ഷേത്രത്തിനകത്തെ എല്ലാ സ്ക്രീനുകളിലും പരന്നു കണ്ട പ്രദേശങ്ങളിലെല്ലാം അവൻ പൂച്ചകളെ വരച്ചു. and on the walls, ചുമരുകളിലും അവൻ പൂച്ചകളെ വരച്ചു. and on the pillars, pillars pillars എന്ന് പറഞ്ഞാൽ തൂണുകളിലും അവൻ പൂച്ചകളെ വരച്ചു. പില്ലേഴ്സ് തൂണുകളാണ് കേട്ടോ. several times the priest told him this was not right. പലതവണ പ്രീസ്റ്റ് അവനോട് പറഞ്ഞു ഇത് ശരിയല്ല എന്നുള്ളത് ചൂണ്ടിക്കാണിച്ചു. but he did not stop drawing cats. പക്ഷെ അവൻ പൂച്ചകളെ വരയ്ക്കുന്നത് നിർത്തിയില്ല. he drew them because he could not really help it. അവൻ വരച്ചിരുന്നത് അവന് പൂച്ചകളെ വരയ്ക്കുന്നത് നിർത്താൻ കഴിയാതെ അവൻ വരയ്ക്കുകയായിരുന്നു. He had what is called the genius of an artist, and just for the reason he was not quite fit to be an acolyte. A good acolyte should study books. അവൻ പൂച്ചകളെ വരച്ചത് അവന് നിർത്താൻ കഴിയാതെയാണ് എന്നുള്ളത് സൂചിപ്പിച്ചല്ലോ. അതുപോലെ തന്നെ അവൻ്റെ കഴിവ് ഒരു ചിത്രകാരൻ എന്നുള്ളതിലുപരി നിപുണനായ ഒരു കലാകാരൻ, ചിത്രകലയിൽ അത്രയും കഴിവുറ്റ ഒരു കലാകാരൻ എന്ന നിലയ്ക്ക് ഉയർന്നിരുന്നു. അവൻ ഒരു അക്വലൈറ്റ് ആവാൻ ഫിറ്റ് അല്ലായിരുന്നു എന്നുള്ളതായിരുന്നു അതിലെ മറ്റൊരു കാരണം അക്വലൈറ്റ് ആയി മാറുന്ന ഒരാൾ, ഒരു പ്രീസ്റ്റായി മാറുന്ന ഒരാൾ, അയാൾ ചെയ്യേണ്ടത് ചിത്രരചനയിലല്ല കൂടുതൽ സമയം മുഴുകേണ്ടത്. അയാൾ മുഴുകേണ്ടത് വായനയിലാണ് എന്നുള്ളതായിരുന്നു അന്നത്തെ കാഴ്ചപ്പാട്. One day after he had drawn some very clever pictures of cats upon a paper screen, the old priest said to him severely, one day after he had drawn some very clever pictures. എന്താ അവിടെ അതിനെക്കൊണ്ട് ഉദ്ദേശിക്കുന്നത്? വളരെ കൗശലത്തോടെയും നല്ലതുമായ ചിത്രങ്ങൾ ഒരിക്കൽ അവൻ പേപ്പർ സ്ക്രീനിൽ വരച്ചതിന് ശേഷം പ്രീസ്റ്റ് അവനോട് വെരി സിവിയർലി പറഞ്ഞു. എന്താ സിവിയർലി പറഞ്ഞതെന്താ? മൈ ബോയ്, യു മസ്റ്റ് ഗോ എവേ ഫ്രം ദിസ് ടെമ്പിൾ അറ്റ് വൺസ്. എൻ്റെ മകനെ, നീ എത്രയും പെട്ടെന്ന് ഈ ക്ഷേത്രത്തിൽ നിന്ന് പോകണം. You will never make a good priest, but perhaps you will become a great artist. നീ ഒരിക്കലും നല്ല പ്രീസ്റ്റ് ആകില്ല, പക്ഷേ നീ നല്ലൊരു കലാകാരനാണ്. Now let me give you a last piece of advice. ഇപ്പോൾ ഞാൻ നിനക്ക് അവസാനമായ ഒരു ഉപദേശം തരാം. And be sure you never forget it. നീ ഒരിക്കലും ഇത് മറക്കില്ല എന്നുള്ളതും നീ ഉറപ്പാക്കണം. Avoid large places at night, keep to small.
അങ്ങനെ പ്രീസ്റ്റ് പറഞ്ഞു, അവോയ്ഡ് ലാർജ് പ്ലേസസ് അറ്റ് നൈറ്റ്, കീപ് ടു സ്മോൾ. നീ വലിയ സ്ഥലങ്ങൾ രാത്രി ഒഴിവാക്കുക, ചെറുതിലേക്ക് ചുരുങ്ങുക എന്ന് പ്രീസ്റ്റ് പറഞ്ഞു. ദ ബോയ് ഡിഡ് നോട്ട് നോ വാട്ട് ദ പ്രീസ്റ്റ് മെൻറ്റ് ബൈ സെയിങ് അവോയ്ഡ് ലാർജ് പ്ലേസസ്, കീപ് ടു സ്മോൾ. അവോയ്ഡ് ലാർജ് പ്ലേസസ്, കീപ് ടു സ്മോൾ എന്ന് പ്രീസ്റ്റ് പറഞ്ഞതിൽ നിന്നും ആ കുട്ടിക്ക് ഒന്നും മനസ്സിലായില്ല. ഹി തോട്ട് ആൻഡ് തോട്ട്, അവൻ ചിന്തിച്ചുകൊണ്ടേയിരുന്നു. വൈൽ ഹി വാസ് ട്രൈയിങ് അപ്പ് ഹിസ് ലിറ്റിൽ ബണ്ടിൽ ഓഫ് ക്ലോത്ത്സ് ടു ഗോ എവേ. എന്താ വൈൽ ഹി വാസ് ടൈയിങ് എന്ന് പറഞ്ഞാൽ അവൻ അവൻ്റെ ബാണ്ടക്കെട്ട്, പോകാനുള്ള ബാണ്ടക്കെട്ട് കെട്ടുന്നതിന് ഇടയ്ക്ക്, ടൈയിങ് എന്ന് പറഞ്ഞാൽ കെട്ടുകയാണ്, ടൈം കെട്ടുക. ഈ കെട്ടുന്നതിനിടയ്ക്കും അവൻ ചിന്തിച്ചുകൊണ്ടേയിരുന്നു. ബട്ട് ഹീ കുഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് ദോസ് വേർഡ്സ്. പക്ഷെ അവൻ ആ വാക്കുകളെ മനസ്സിലായില്ല. ആൻഡ് ഹി വാസ് അഫ്രൈഡ് ടു സ്പീക്ക് ടു ദ പ്രീസ്റ്റ് എനിമോർ എക്സെപ്റ്റ് ടു സേ ഗുഡ് ബൈ. അവന് പ്രീസ്റ്റിനോട് സംസാരിക്കാനുള്ള ധൈര്യവും കിട്ടിയില്ല. വിട പറയുക, ഗുഡ് ബൈ പറയാൻ എന്നുള്ളതല്ലാതെ മറ്റൊരു കാര്യത്തിലും സംസാരിക്കാനുള്ള ധൈര്യവും കിട്ടിയില്ല. ഇതാണ് രണ്ടാമത്തെ, നമ്മുടെ ഈ ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ പേജ്, അതായത് ടെക്സ്റ്റ് ബുക്കിൽ 31ാമത്തെ പേജ്. ഇവിടെ 2 ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമ്പർ 3 എന്ന് നമ്പർ ഇട്ടിരിക്കുന്ന ചോദ്യം, ഡാഷ് ബട്ട് പെർഹാപ്സ് യു വിൽ ബിക്കം എ ഗ്രേറ്റ് ആർട്ടിസ്റ്റ്. ഡു യു തിങ്ക് ദ ഒപ്പീനിയൻ ഓഫ് ദ പ്രീസ്റ്റ് അബൌട്ട് ദ ബോയ് ഈസ് അപ്രോപ്രിയേറ്റ്? വൈ? ചോദ്യത്തിനർത്ഥം, ഒരു സെൻറ്റൻസ് ആണ് അവിടെ കോട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ബട്ട് പെർഹാപ്സ് യു വിൽ ബിക്കം എ ഗ്രേറ്റ് ആർട്ടിസ്റ്റ്. ഒരു മഹാനായ കലാകാരനായി നീ മാറും എന്നുള്ളതാണ് കോട്ട് ചെയ്തിരിക്കുന്നത്. ഡു യു തിങ്ക് ദ ഒപ്പീനിയൻ ഓഫ് ദ പ്രീസ്റ്റ് അബൌട്ട് ദ ബോയ് ഈസ് അപ്രോപ്രിയേറ്റ്. ബോയിയെക്കുറിച്ചുള്ള പ്രീസ്റ്റിൻ്റെ അഭിപ്രായം ശരിയാണ്, ഏറ്റവും കൃത്യമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട്? തോന്നുന്നില്ലെങ്കിൽ എന്തുകൊണ്ട് എന്നുള്ളതാണ് ചോദ്യം. അതായത് വൈ എന്ന് ചോദിക്കുമ്പോൾ അത് അപ്രോപ്രിയേറ്റ് ആണോ എന്നുള്ള ചോദ്യത്തിന് യെസ് ഓർ നോ, വാട്ട് എവർ ഇറ്റ് ഈസ്. വൈ എന്നൊരു ചോദ്യം കൂടി ഉണ്ട്. അപ്പോൾ യെസ് ആണെങ്കിൽ ഒരു കാരണം എഴുതുക, നോ ആണെങ്കിൽ മറ്റൊരു കാരണം എഴുതുക. 4ാമത്തെ ഒരു ചോദ്യമുണ്ട്, വാട്ട് വാസ് ദ അഡ്വൈസ് ഓഫ് ദ പ്രീസ്റ്റ് ടു ദ ബോയ്. എന്ത് അഡ്വൈസാണ് പ്രീസ്റ്റ് കുട്ടിക്ക് കൊടുത്തത്? ആ 2 കാര്യങ്ങളാണ് ഈ പേജിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. 32ാമത്തെ പേജിലേക്ക് കിടക്കാം. He left the temple very sorrowfully and began to wonder what he should do. He left the temple very sorrowfully. Sorrowfully എന്ന് പറഞ്ഞാൽ ദുഃഖത്തോടെ അവൻ ആ ക്ഷേത്രം വിട്ടു. And began to wonder what he should do. അവൻ ഇനി എന്ത് ചെയ്യണമെന്നുള്ളതിൽ അവലാതിപ്പെട്ട് ചിന്തിച്ചുകൊണ്ടിരുന്നു. If he went straight home, he felt sure his father would punish him for having been disobedient to the priest. So he was afraid to go home. എന്താണ് if he went home straight, എന്താ സംഭവിക്കുക? അവന് മനസ്സിലായി അവൻ്റെ അച്ഛൻ അവനെ പണിഷ് ചെയ്യും. ഫോർ ഹാവിങ് ബീൻ ഡിസൊബീഡിയൻറ്റ്. എന്താ ഡിസൊബീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ അനുസരണാശീലമില്ലായ്മ. ഒബീഡിയൻസി എന്ന് പറഞ്ഞാൽ ഒബേ ചെയ്യുക എന്ന് പറഞ്ഞാൽ അനുസരിക്കുക എന്നുള്ളതാണ്. ഡിസൊബീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ അനുസരിക്കാതിരുന്നതിന് ശിക്ഷിക്കും എന്നുള്ളത് അവന് കൃത്യമായി അറിയാമായിരുന്നു. ഓൾ അറ്റ് വൺസ് ഹി റിമെമ്പേർഡ് ദാറ്റ് അറ്റ് ദ നെക്സ്റ്റ് വില്ലേജ് 12 miles away there was a very big temple. എന്താണ് അവൻ പെട്ടെന്ന് ആലോചിച്ചു, എന്താ 12 മൈലുകൾക്കപ്പുറം തൊട്ടടുത്ത ഗ്രാമത്തിൽ ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രമുണ്ട്, ഒരു വലിയ ക്ഷേത്രമുണ്ട്. ഹി ഹാഡ് ഹേർഡ് there were several priests at the temple. എന്താ അവൻ കേട്ടിട്ടുണ്ട്. എന്താ കേട്ടത്? അവിടെ ഒരുപാട് പ്രീസ്റ്റുമാരുണ്ട് എന്നുള്ളത്, പ്രീസ്റ്റുകൾ ഒരുപാട് പേര് അവിടെ ഉണ്ട് എന്നുള്ളത് അവൻ കേട്ടിട്ടുണ്ട്. ആൻഡ് ഹി മെയ്ഡ് അപ്പ് ഹിസ് മൈൻഡ് ടു ഗോ ടു ദം ആൻഡ് ആസ്ക് ദം ടു ടേക്ക് ഹിം ഫോർ ദ എക്കലൈറ്റ്. അവൻ എന്ത് തീരുമാനിച്ചു? അവരുടെ അടുത്ത് ചെന്ന് അവനെ എക്കലൈറ്റ് ആക്കാൻ കഴിയുമോ എന്നുള്ളത് ചോദിക്കാൻ അവൻ തീരുമാനിച്ചു. Now that big temple was closed up, but the boy did not know this fact. ആ ക്ഷേത്രം പക്ഷേ പൂട്ടിക്കിടക്കുകയായിരുന്നു. കുട്ടിക്ക് അത് അറിയുകയില്ലായിരുന്നു. The reason it had been closed up was
that a goblin had frightened the priests away and had taken possession of the place. Some brave warriors had afterward gone to the temple at night to kill the goblin, but they had never been seen alive again. Nobody had ever told these things to the boy, so he walked all the way to the village, hoping to be kindly treated by the priests. ഈ പാരഗ്രാഫാണ് അടുത്തത് എടുക്കാനുള്ളത്. ഇത്രയും എടുത്ത ഭാഗം കൃത്യമായി വായിക്കുക, അർത്ഥങ്ങൾ എഴുതി വയ്ക്കുക. ഈ എടുക്കാൻ പോകുന്ന പാരഗ്രാഫ് നന്നായി വായിച്ചു നോക്കുക. അതിൽ ഒരു പുതിയ വേർഡുണ്ട്, നിങ്ങൾ കേട്ട് വലിയ പരിചയമില്ലാത്ത ഒരു വേർഡുണ്ട്, ഗോബ്ലിൻ. ഗോബ്ലിൻ്റെ അർത്ഥം എന്താണ് എന്നുള്ളത് കണ്ടുപിടിക്കാൻ കഴിയുമോ എന്ന് നോക്കുക. പൊസഷൻ, അതായത് ആൻഡ് ഹി ഹാഡ് ടേക്കൺ പൊസഷൻ ഓഫ് ദ പ്ലേസ് എന്നുള്ളതിൻ്റെ അവിടെ ആ സെൻറ്റൻസിൻ്റെ അർത്ഥം എന്താണെന്നുള്ളതും കണ്ടുപിടിക്കുക. ആ രണ്ട് കാര്യമാണ് അടുത്ത ക്ലാസ്സിലേക്കുള്ള വർക്ക്. അപ്പോൾ താങ്ക് യു, ഓൾ ദ ബെസ്റ്റ്. നിങ്ങൾ ഇത് ക്ലാസ് കൃത്യമായി കേട്ടതിന് ശേഷം എന്തെങ്കിലും തരത്തിൽ സംശയം തോന്നുകയാണെങ്കിൽ പേഴ്സണലായി ബന്ധപ്പെടുകയോ അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ തുടക്കഭാഗം വായിക്കാൻ മറന്നു പോകരുത്. നമ്മൾ ഇതിലേക്ക് എത്തുമ്പോൾ, ഈ രണ്ടാമത്തെ പേജിലേക്ക് എത്തുമ്പോൾ, 31ാമത്തെ പേജിലേക്ക് എത്തുമ്പോൾ നമ്മുടെ ഓർമ്മയിലേക്ക് മറ്റ് അർത്ഥങ്ങളും സെൻറ്റൻസുകളും ഒക്കെ വരണമെങ്കിൽ നമ്മളിവിടെ നിന്ന് വായിച്ചു തുടങ്ങണം. അപ്പോൾ വോയിസ് നമ്മളെ വീഡിയോ കണ്ടു തുടങ്ങുന്ന സമയത്ത് ഒന്ന് പോസ് ചെയ്തിട്ട് ദ ബോയ് ഹൂ ഡ്രൂ ക്യാറ്റ്സ് എന്നുള്ളത് മുതൽ ഒറ്റവട്ടം വായിച്ചു നോക്കുക. താങ്ക് യു, ഓൾ ദ ബെസ്റ്റ്.